ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് ഈ ചെടിയുടെ കിടക്കലൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം സമയം ഇങ്ങനെ ചിലവഴിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്, സന്തോഷമാണ് കേട്ടോ. നമുക്ക് രാവിലെ തന്നെ ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ചെടിയാണെങ്കിൽ അല്പസ്നേഹം കൂടുതലാണല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്താണ് ഈ ചെടികൾ മുഴുവൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഏതുതരം ചെടികളാണ് നല്ലതെന്നൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷേ എനിക്ക് ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്ന ചെടികളാണ് കേട്ടോ ഈ കാണുന്നത് മുഴുവൻ. അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ പിടിപ്പിച്ച് വലുതാക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെ കുറേയൊക്കെ നശിച്ചു പോയി. പിന്നെ വീണ്ടും ഇപ്പോൾ 1-2 ആഴ്ചയൊക്കെ വീട്ടിലേക്ക് ഇപ്പോൾ ഇടയ്ക്ക് നാട്ടിലൊക്കെ പോവും. അപ്പോൾ തിരിച്ച് വരുമ്പോഴേക്കും ചെടികളൊക്കെ നാശമാവും വെള്ളം ഒഴിക്കാതെ. പിന്നെയും ഞാൻ വന്നിട്ട് വേറെ വയ്ക്കും. വേറെ ചെടികൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് നല്ലോണം ചെടികളുണ്ട് വീട്ടിൽ, അപ്പോൾ കൊണ്ടുവരും. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇത്. കൂടുതലും ഇപ്പോൾ ഉള്ളത് ആന്തൂറിയങ്ങളാണ് കേട്ടോ. ആന്തൂറിയം എന്തായാലും ഒരു വിധം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ വെള്ളം അധികം ഒഴിച്ചില്ലെങ്കിലും പക്ഷേ നാശമാവാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു തണ്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ആന്തൂറിയങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഒരു തണ്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ആന്തൂറിയം വെച്ച് തുടങ്ങിയത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഇത് ഇവിടെ പിടിക്കുമോ അതോ ഇനിയിപ്പോൾ അത് നശിച്ചു പോകുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് നട്ടു. അതിനകത്ത് ഞാൻ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പച്ചക്കറിയുടെ വേസ്റ്റും അതുപോലെ മീൻ കഴുകിയ വെള്ളവും ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതൊക്കെ എൻ്റെ വല്യമ്മ ചെയ്യുന്നിട്ട് എനിക്കൊരു ഐഡിയ തോന്നിയത് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രം. എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. പക്ഷേ ആ മണ്ണ് നല്ല ഫെർട്ടിലൈസറായിട്ട് വന്നു. അതുപോലെ നന്നായിട്ടുണ്ടായി. അതിൽ നിന്നും പിന്നീട് ഞാൻ പിന്നെ ഒരു ചട്ടിയിൽ അത് കൂടുതലായിട്ട് തിങ്ങി വന്നപ്പോൾ ഇതെന്ത് ചെയ്യുമെന്നറിയാതെ കുറേ അങ്ങനെ പോയി. പിന്നീട് ഞാൻ ഓരോ കിഴങ്ങ്, അതിൻ്റെ അടിയിലൊരു കിഴങ്ങ് പോലെയാണ്, അതങ്ങനെ പറിച്ച് വേറെ ചട്ടിയിൽ ഇങ്ങനെ നട്ടപ്പോൾ അതും അതേപോലെ എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ എന്നും ഈ ഉള്ളിത്തുണ്ട് അതുപോലെ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് ഒരുപാട് ഇട്ട് കൊടുക്കില്ല. ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ മണമൊക്കെ വരുമല്ലോ. എന്നാലും നമ്മൾ മീൻ കഴുകിയ ആ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, ചിലപ്പോൾ ഇറച്ചിയുടെ കരൾ, നമ്മൾ ഉപയോഗിക്കാത്ത പാർട്സുകളുണ്ടല്ലോ, അതൊക്കെ ആ മണ്ണിനകത്ത് ഇതിനകത്ത് കുഴിച്ചിടും ഞാൻ. അങ്ങനെ ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ നല്ല ഫെർട്ടിലൈസ് ആയിട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് ഒരുപാട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ആന്തൂറിയം ഉണ്ടായത്. ഇപ്പോൾ ഈ ചെടിച്ചട്ടിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു തണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ഉണ്ടായത് കേട്ടോ. പിന്നീട് ഒരുപാട് തണ്ടുകൾ, കിഴങ്ങുകളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇതേപോലെ ഒരു തണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ വലിച്ചെടുത്ത് ഓരോ ചട്ടിയിലായിട്ട് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അത് അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ മാറ്റി വെച്ചപ്പോൾ പിന്നീട് അതിൽ ഞാൻ ഈ എന്നും ഡെയിലി ഞാൻ പച്ചക്കറി വേസ്റ്റും ഉള്ളിത്തുണ്ടുകൾ, പിന്നെ അതുപോലെ ഈ ഫിഷ് ഒക്കെ ഉണ്ട് അതിൻ്റെ വെള്ളം, വേസ്റ്റ്, അങ്ങനത്തെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇതേപോലെ തഴച്ച് അടിയിൽ നിന്ന് ഇങ്ങനെ വേരോടെ ഉണ്ടായി. പിന്നെ ആ ചട്ടി നിറഞ്ഞപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഞാൻ മാറ്റി വെച്ചു. അങ്ങനെ പല പല ചട്ടികളിലായിട്ട് ഇപ്പോൾ കുറേ അധികം ആന്തൂറിയങ്ങളായിട്ടോ. ഇപ്പോൾ ഒരു ചെടി തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ഒരുപാട് കളേഴ്സൊന്നും ഇല്ല കേട്ടോ. ആകെ ഒരു കളറേ ഉള്ളൂ, ഈ ഒരു പിങ്ക് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു തണ്ട് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്നത്. ഇതിൽ നിന്നാണ് ഇത്ര അധികം ആന്തൂറിയങ്ങൾ ഉണ്ടായിട്ടോ. ഇത് ഞാനിപ്പോൾ അപ്പുറത്തെ ബാൽക്കണിയിൽ നിന്ന് ഒരു വേരെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചാണ് കേട്ടോ ചട്ടിയിലേക്ക്. നമുക്കിപ്പോൾ അത് ഒരുപാടുണ്ടായപ്പോൾ വീണ്ടും വീണ്ടും ബാൽക്കണി നിറച്ച് വയ്ക്കാനാണ് ഇപ്പോൾ എനിക്കൊരു താല്പര്യം. അപ്പോൾ അത് എന്തായാലും ഇനി ഉണ്ടാവുമെന്ന് എന്തായാലും 100% ഉറപ്പായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല പല ചട്ടികളായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് നമ്മൾ സവാള, അതുപോലെ ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, അവർ തൊണ്ടൊക്കെ ഉണ്ട്, അതിടും. അതുപോലെ വെള്ളരിക്കൊക്കെ നന്നാക്കുമ്പോൾ അതും ഇടും കേട്ടോ. വേറെ പച്ചക്കറികളൊന്നും ഞാൻ ഇടാറില്ല. അതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കുന്ന പച്ചക്കറികളാണല്ലോ. പിന്നെ വല്ലപ്പോഴും മീനൊക്കെ കഴുകിയ വെള്ളവും അതുപോലെ തന്നെ ചിക്കൻ ഒക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഞാൻ ആ മണ്ണിനകത്ത് കുഴിച്ചിടും. അങ്ങനെയാണ് കേട്ടോ ഇത്ര അധികം ആന്തൂറിയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ ആന്തൂറിയം ഉണ്ട്, നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്താൽ മതി കേട്ടോ. അതല്ല, ഇതിൽ വേറെ ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ അറിയുന്ന ഒരു തരത്തിൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തെന്ന് മാത്രം. നമുക്ക് അതിനുള്ള സൗകര്യങ്ങളാണല്ലോ ഫ്ലാറ്റിൽ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.